കേളപ്പനെ കേരളം എങ്ങനെ ഓർക്കണം എന്നുള്ളതിനെപ്പറ്റി ഒരു വലിയ വിചാരം ഞങ്ങളുടെ ഇടയിലുണ്ടായി. വളരെയൊക്കെ ആലോചിച്ച് പല സ്മാരകങ്ങൾ ഉണ്ടാക്കുന്ന ആലോചനയായിരുന്നു. അന്ന് ശ്രീമാൻ സി അച്യുതമേനോനുമായിട്ട് ഞാൻ ഈ കാര്യം ആലോചിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഈ സ്മാരകമൊന്നും ഉണ്ടാക്കരുത് കേളപ്പന്റെ പേരിൽ. കേളപ്പൻ അതിലുമൊക്കെ വളരെ വലിയ ആളാണ് എന്ന് അച്യുതമേനോൻ അന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അതുകൊണ്ട് ഈ സ്മാരകം, കെട്ടിടം, പ്രതിമ അതൊക്കെ ഞങ്ങൾ വിട്ടു. പിന്നീട് ഞങ്ങൾ ആലോചിച്ചത് കേളപ്പന്റെ ഒരു ജീവചരിത്രം ഭാവി തലമുറയ്ക്ക് എന്നും പ്രചോദനം നൽകത്തക്ക വിധം ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. അതിനൊരു കമ്മിറ്റിയെ നിശ്ചയിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ട കുറെ ആളുകൾ ചേർന്ന് അതിന് എഴുത്തുകാരെ കണ്ടുപിടിച്ച് ഗ്രന്ഥം എഴുതാൻ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഞാൻ ആ കമ്മിറ്റിയിൽ ഒരംഗമായിരുന്നു. പല ആളുകളുടെ അടുത്ത് ഞങ്ങൾ നടന്ന് മഹാജീവചരിത്ര എഴുത്തുകാരെ പലരെയും കണ്ട് കാലു പിടിച്ച് പറഞ്ഞു, ഇതെഴുതണം. അവരാരും തയ്യാറായില്ല എഴുതാൻ. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം കേളപ്പന്റെ ജീവിതത്തിൽ പല ഭാഗങ്ങളും മറവിലും ഒളിവിലും ഒക്കെ കിടക്കുക. അതൊക്കെ ചകഞ്ഞു പിടിച്ചിട്ടൊക്കെ ഒക്കെ വേണം ഇത് എഴുതാൻ. അതിനൊന്നും ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് പലരും ഒഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ എന്ന് പറയുകയാണ് ചെയ്തത്. ഞാൻ ഗുരുനാഥനെ പോലെ എക്കാലവും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നൊരു മഹാപുരുഷന്റെ ജീവചരിത്രം എഴുതാൻ ഞാൻ നിയോഗിക്കപ്പെട്ടാൽ പാടില്ല എന്ന് പറയുന്നത് ഒരു തെറ്റാണ് എന്ന് കരുതി ഞാനത് ഏറ്റതാണ്. വളരെ കാലം കഴിഞ്ഞാണ് അതെഴുതി ഗ്രന്ഥം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത്. എൻ്റെ സുഹൃത്തുക്കൾ പലരും സഹായിച്ചിട്ടാണ് അത് അച്ചടിക്കാൻ സാധിച്ചത്. പ്രൊഫസർ ജി കുമാരപിള്ള ഒരാളില്ലായിരുന്നെങ്കിൽ അത് അച്ചടി തന്നെ കാണുമായിരുന്നോ എന്ന് എനിക്ക് സംശയമാണ്. വളരെ നാളെ ഞാൻ കുറേ കാലം ജയിലിൽ കിടന്നിട്ടാണ് അത് എഴുതിയത്. ജയിലിൽ പോകാനിടയായ എൻ്റെ ഒരു ഭാഗ്യത്തെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ ഓർത്ത് സന്തോഷിക്കുന്നത്.